നമസ്കാരം. നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻസുകൾ, ലീനിയർ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ലീനിയർ ആയിരിക്കണം. അതായത് ഡെറിവേറ്റീവ്സ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്, അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ, അതിൻ്റെയൊക്കെ പവർ 1 ആയിരിക്കണം. അതുപോലെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ എന്ന് പറയുന്നത്. സോ ലീനിയർ ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഹോമോജീനിയസ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0, വേറെ ഫങ്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ഹോമോജീനിയസ് ആണെങ്കിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. സോൾവ് എക്സ് ഡോ യു ബൈ ഡോ എക്സ് മൈനസ് 2y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ PDEസിലെല്ലാം നമുക്ക് വേരിയബിൾസിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ ഫോം എ ഫങ്ഷൻ, പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് ഈച്ച് ഓഫ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 വേരിയബിൾ. അതായത് ഓരോ വേരിയബിളും മാത്രമല്ല ഫങ്ഷൻസുകളാക്കിയിട്ട് നമുക്കിതിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓൺലി കണ്ടെയ്ൻസ് ദിസ് വൈ, ഫങ്ഷൻ കണ്ടെയ്ൻസ് ഓൺലി എക്സ്, ദിസ് കണ്ടെയ്ൻസ് ഓൺലി വൈ. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വി ക്യാൻ ബ്രേക്കപ്പ് ദ ഫങ്ഷൻ, break up this PDE solutions into functions having only 1 variable at a time. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേരിയബിൾസുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ റെഡ്യൂസ് ദ PDE ടു ODE. നമുക്കൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമുലയിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്ന മാതിരി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഹൗ വി ആർ സോൾവിങ് PDEs, ലീനിയർ PDEs യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. സോ ലെറ്റ് us see, ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, എക്സ് ഡോ യു ബൈ ഡോ എക്സ് മൈനസ് 2y ഡോ യു ബൈ ഡോ വൈ ആണ് നമുക്കുള്ളത്. ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ബിക്കോസ് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ എന്നൊക്കെ പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ പവർ 1 ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് ഇല്ല. മാത്രമല്ല എക്സും വൈയും ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദേ ആർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് യു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഹോമോജീനസ് വേരിയബിൾ ആൻഡ് ഓൾസോ ഈക്വൽ ടു 0 ആയത് കാരണം ദാറ്റ് ഈസ് ദി ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, വി അസ്യൂം ദ സൊല്യൂഷൻ. വി ആർ അസ്യൂമിങ് ദ സൊല്യൂഷൻ. നമ്മൾ സൊല്യൂഷൻ ആദ്യമേ തന്നെ ഒരു അസ്യൂം ചെയ്യാണ്. സപ്പോസ് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സപ്പോസ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ യു ഈക്വൽ ടു യു എന്ന് പറയുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. യു ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. സോ യു ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഈസ് ദ സൊല്യൂഷൻ. നമ്മൾ അസ്യൂം ചെയ്യാണ്. We are assuming that this is the solution of this equation number 1. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് സൊല്യൂഷൻ ഓഫ് 1. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ സൊല്യൂഷൻ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. സോ യു ഈക്വൽ ടു എക്സ് വൈ ആണ് നമ്മുടെ സൊല്യൂഷനെങ്കിൽ നമുക്കിതിനെ ഒരു ഇക്വേഷനായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 2. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. യു ഈക്വൽ ടു എക്സ് വൈ ആണ് നമ്മുടെ സൊല്യൂഷനെങ്കിൽ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യും, ഇക്വേഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് ഓരോ വേരിയബിൾസും നമ്മളിവിടെ ചെയ്ത മാതിരി ഒരു ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് വൈ അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. ഇവിടെ എക്സ് മാത്രം, ഇവിടെ വൈ മാത്രം. സോ അങ്ങനെ ഫംഗ്ഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എക്സിൻ്റെ മാത്രം വൈയുടെ മാത്രം ഒരു ഫംഗ്ഷനായിട്ട് എടുക്കും, എന്നിട്ട് ഇതിനെ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സിൻസ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോ ദാറ്റ് മീൻസ് ദിസ് വിൽ സാറ്റിസ്ഫൈസ് ദി ഗിവൺ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എക്സ്, നമുക്ക് ഡോ യു ബൈ ഡോ എക്സും അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 2ൻ്റെ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. സോ ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇഫ് യു ഈക്വൽ ടു എക്സ് വൈ ആണെങ്കിൽ വാട്ട് ക്യാൻ വി റേറ്റ് അബൌട്ട് ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ് വരുന്നത് അല്ലേ, ഇവിടെ നമുക്ക് എക്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ് വരുന്നത്. സോ അതിൽ മാത്രമേ നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ടാവുള്ളൂ. വൈ വിൽ ബി എ കോൺസ്റ്റൻറ്റ്.
അല്ലേ? വൈ വിൽ ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആണ്. സോ എക്സ് ഡാഷ് ഇൻറ്റു വൈ എന്ന് പറയുന്നതായിരിക്കും ഡോ യു ബൈ ഡോ എക്സ്. കാരണം എന്താണ്, നമുക്ക് ഇവിടെ മാത്രമാണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വരുന്നത്, വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ആവും. അതുപോലെ തന്നെ വാട്ട് വിൽ ബി ഡോ യു ബൈ ഡോ വൈ, എഗെയിൻ എക്സ് ഈസ് ദ വേരിയബിൾ, നമുക്ക് വൈ എന്ന് പറയുന്ന വേരിയബിൾ വരുന്നത് ഈ ക്യാപിറ്റൽ വൈയിൽ മാത്രമാണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൈ ഡാഷ് ആയിരിക്കും. സോ എക്സ് ഡാഷ് വൈ എന്ന് പറയുന്നതായിരിക്കും ഡോ യു ബൈ ഡോ എക്സ്, എക്സ് വൈ ഡാഷ് എന്ന് പറയുന്നതായിരിക്കും ഡോ യു ബൈ ഡോ വൈ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 1 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നു എന്ന് പറഞ്ഞേ. ഇക്വേഷൻ 1 എന്ന് പറയുന്നതിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ആണ്. സോ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ മൈനസ് 2y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്, എക്സ് വൈ ഡാഷ്. സോ ഇൻറ്റു എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0. കാരണം എന്താണ്, യു ഈക്വൽ ടു എക്സ് വൈ ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ് ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് ഡോ യു ബൈ ഡോ വൈ. സോ നോക്കി നമുക്ക് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് എക്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഈക്വൽ ടു 2y എക്സ് വൈ ഡാഷ്, അല്ലേ? 2y എക്സ് വൈ ഡാഷ് എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും, അല്ലേ? എക്സ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഈക്വൽ ടു 2y എക്സ് വൈ ഡാഷ് എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. ഓർ ഒരു സൈഡിൽ മാത്രം എക്സ് ടേംസിനെ കൊണ്ടുവന്ന് മറ്റേ സൈഡിൽ മാത്രം വൈ ടേംസിനെ കൊണ്ടുവരാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ക്യാൻ ബ്രിങ് എവറി എക്സ് ടേംസ്. സോ ദിസ് വിൽ ബിക്കം എക്സ് എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു y dash divided by capital Y. So this will be the given differential equation when we rewrite these functions, when we rewrite this equation. So we can write this equation as equation number 3. Okay. സോ ഇപ്പോൾ 2 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, വി അസ്യൂം ദ സൊല്യൂഷൻ ഇനീഷ്യലി ആൻഡ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ സൊല്യൂഷൻ ഇൻ ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് വി സെപ്പറേറ്റഡ്. സോ ഇതാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമുക്ക് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, അല്ലേ? ദേ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ദേ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിത്തിങ്. സോ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇൻ്റഗ്രേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സിൻ്റെ ടേംസ് മാത്രമേ വരുള്ളൂ. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ ടേംസ്, ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ടു ഈ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. എക്സും വൈയും തമ്മിൽ വേറൊരു റിലേഷൻ ഇല്ല. സോ ദാറ്റ് മീൻസ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും നമുക്കതിനെ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഈച്ച് ഓഫ് ദീസ് റേഷ്യോസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. കാരണം എന്താണ്, നമ്മൾക്ക് ഈ ഒരു വേരിയബിളിൽ എക്സ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് എക്സിന് ചേഞ്ചുകൾ ഉണ്ടാകുന്ന വൈക്ക് ചേഞ്ച് ഉണ്ടാവുന്നില്ല, വൈക്ക് ചേഞ്ച് ഉണ്ടാവുന്നതുകൊണ്ട് എക്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഇഫ് ദിസ് ചേഞ്ച്, ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദിസ് ഡെറിവേറ്റീവ്സ് ആസ് എ ചേഞ്ച്, വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ദിസ് റേഷ്യോസ് ആർ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് k, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു x dash divided by small x equal to 2y y dash divided by capital Y. It is actually equal to some constant k. Why? Because each of these variables x and y are independent. So their change does not depend on any other. So ഇതിൻ്റെ വാല്യൂസുകൾ എന്തായിരിക്കും, കോൺസ്റ്റൻസുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ റേഷ്യോസും നമുക്ക് 2 റേഷ്യോസ് വീതമായിട്ട് എടുക്കാം. വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് 2 റേഷ്യോസ് ആസ് ദിസ് വൺ. അപ്പോൾ അതിലെന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സും കോൺസ്റ്റൻറ്റും. സോ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വൈയും കെയും മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 2 റേഷ്യോസ് സെക്കൻഡും തേർഡും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടെ വൈയുടെ വേരിയബിൾ മാത്രമേ ഉള്ളൂ. സോ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കാം. സോ നമ്മളുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. സോ ഹിയർ വി ക്യാൻ ടേക്ക് 2 of the ordinary differential equations and we can solve using the usual methods to solve ordinary differential equation. നമുക്ക് സാധാരണ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള അതേ മെത്തേഡിൽ നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ 2 ഇക്വേഷൻസ് ഏതാണ്, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു കെയും ആൻഡ് ദ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് y
2y y dash ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ Y ഈക്വൽ ടു k. ഈ രണ്ട് ഇക്വേഷൻസാണ് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x ഡാഷ് x. നമുക്ക് ഓരോന്നിനും സോൾവ് ചെയ്യാം. എക്സ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എടുക്കാം, എന്നിട്ട് y ഡാഷ് വൈയുടെ ഇക്വേഷനിലേക്ക് പോവാം. സോ x dash by x equal to x dash by capital X equal to k by small x. So this is the variable and this is a function of x. So x dash by x equal to k by x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ രണ്ട് കേസിലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. സോ രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കെ ബൈ എക്സ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആണ് അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എക്സ് ഡാഷ്. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു കെ ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കെ ബൈ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കെ ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് 1/x dx ഇസ് ലോഗ് എക്സ്. സോ ലോഗ് എക്സ്. സോ ദിസ് ക്യാൻ ബി ഡി എക്സ് എഴുതിയില്ല, രണ്ട് സൈഡിലും ഡി എക്സ് എഴുതണം കേട്ടോ. ഇൻ്റഗ്രൽ എഴുതി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഡി എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എഴുതണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ഡാഷ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് ലോഗ് എക്സ് ഈക്വൽ ടു കെ ലോഗ് സ്മോൾ എക്സ് പ്ലസ് നമുക്ക് കോൺസ്റ്റൻറ്റും വേണം, ദാറ്റ് ഈസ് ലോഗ് എ എന്ന് പറയുന്ന രീതിയിൽ എഴുതാം. ഓർ ലോഗ് ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് റൈറ്റ് ഹാൻഡ് സൈഡിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് എക്സ് റേസ് ടു കെ പ്ലസ് ലോഗ് എ എന്ന് എഴുതാം അല്ലേ? കാരണം എന്താണ്? എ ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എക്സ് റേസ് ടു എ ആണ്. സോ കെ ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് റേസ് ടു കെ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ലോഗ് എക്സ് റേസ് ടു കെ പ്ലസ് ലോഗ് എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ലോഗ് എ ഇൻറ്റു എക്സ് റേസ് ടു കെ ഓർ എക്സ് റേസ് ടു കെ ഇൻറ്റു എ എന്ന് എഴുതാം. ആൻഡ് നൗ യു ക്യാൻ ടേക്ക് ആൻറ്റി ലോഗരിതം. വി ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു എ എക്സ് റേസ് ടു കെ. സോ ദിസ് വിൽ ബി ദി ഇക്വേഷൻ ഫോർ ക്യാപിറ്റൽ എക്സ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വൈയുടെയും സൊല്യൂഷൻ എഴുതിക്കൂടെ? y എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 2 ഇൻറ്റു വൈ ഡാഷ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ സ്മോൾ വൈ എന്ന് എഴുതാം. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെൻ യു ടേക്ക് ദ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഓൺ ബോത്ത് സൈഡ്സ് വി ക്യാൻ ടേക്ക് ദ ഇൻ്റഗ്രൽ ബിക്കോസ് ദിസ് ബിക്കം ആൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഓൺ ബോത്ത് സൈഡ്. നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു എഗെയിൻ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണുള്ളത്? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലുള്ളത്. എഗെയിൻ 1/y ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ലോഗ് വരും. സോ 1/y ഇൻറ്റു വൈ ഡാഷ് ഡിവൈഡ് ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു ആൻഡ് കെ ബൈ വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കെ ഇൻറ്റു ലോഗ് വൈ പ്ലസ് ലോഗ് ബി ഓർ ലോഗ് ബി ഡാഷ്. ഞാൻ ബി ഡാഷ് എഴുതാനുള്ള കാരണം ഞാൻ പിന്നീട് പറയാം. ലോഗ് ബി ഡാഷ് എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. ആൻഡ് വി ക്യാൻ റൈറ്റ് 2 എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 2 എന്ന് പറയുന്നത് 2 ലോഗ് വൈ ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് വൈ സ്ക്വയർ ഈക്വൽ ടു കെ ലോഗ് k log y can be written as log y raised to k. So this will become log y raised to k plus log b dash and log b dash into log y raised to k എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? This can be written as log b dash into y raised to k എന്ന് എഴുതാം. So what will be y? ഇവിടെ ഞാൻ അറിയാതെ y എന്ന് പറയുന്നത് സ്മോൾ വൈ ആണ് എഴുതിയിരുന്നത്. ദിസ് ഈസ് ക്യാപിറ്റൽ വൈ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ക്യാപിറ്റൽ വൈ സ്ക്വയർ. സോ വാട്ട് വിൽ ബി വൈ സ്ക്വയർ? ടേക്കിംഗ് ആൻറ്റി ലോഗരിതം വി വിൽ ഗെറ്റ് വൈ സ്ക്വയർ ഈക്വൽ ടു ബി ഡാഷ് ലോഗ് വൈ റേസ് ടു കെ ആൻഡ് വി ക്യാൻ റൈറ്റ് വൈ ആസ് ക്യാപിറ്റൽ വൈ ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. സോ ബി ഡാഷിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഞാൻ ബി ആയിട്ട് എഴുതുന്നത്. ഐ ജസ്റ്റ് റീറൈറ്റ് ഇറ്റ് ആസ് അനദർ കോൺസ്റ്റൻറ്റ് ബി ആൻഡ് വൈ റേസ് ടു ലോഗില്ല, ലോഗ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ലോഗ് എന്ന് പറയുന്നത് ഇവിടെ നിന്നില്ല. ദിസ് ഇസ് വൈ റേസ് ടു കെ ആൻഡ് ബി ഡാഷ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഈക്വൽ ടു ബി
y raised to k by 2. So this will be the equation for capital Y. So നമുക്കിവിടെ എന്ത് കിട്ടി? എക്സും വൈയും കിട്ടി. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ സൊല്യൂഷനായിട്ട് എഴുതുന്ന എന്തായിരുന്നു? വാട്ട് വാസ് അവർ സൊല്യൂഷൻ ദാറ്റ് വി അസ്യൂംഡ്? ഇനീഷ്യലി വി അസ്യൂംഡ് ദ സൊല്യൂഷൻ ടു ബി, ദ സൊല്യൂഷൻ വാസ് അസ്യൂംഡ് ടു ബി എക്സ് ഇൻറ്റു വൈ അല്ലേ? എക്സ് ഇൻറ്റു വൈ എന്നാണ് നമ്മൾ സൊല്യൂഷൻ അസ്യൂം ചെയ്തത്. സോ വാട്ട് ഈസ് എക്സ് ഹിയർ? എ എക്സ് റൈസ് ടു കെ into b y raised to k by 2, and a and b can be combined as another constant. ഈ എയും ബിയും കൂടിയും നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാം, അതായത് ഒരൊറ്റ കോൺസ്റ്റൻ്റ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ ബി ഈക്വൽ ടു എ എക്സ് റേസ്ഡ് ടു കെ വൈ റേസ്ഡ് ടു k by 2. So this will be the equation, or this is the solution of the given equation by using the method of separation of variables. So separation of variables അങ്ങനെയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് we assume that we have a solution in the form x into y which is separate of variables, and we convert the equation of the partial differential equation into ordinary differential equation by substituting this xy in the given question. So we can solve the ordinary differential equation by usual method, and we can find the answer for we can find the equation for capital X and capital Y simultaneously, and we can substitute as the final solution as x into y. ഇങ്ങനെയാണ് നമ്മളുടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.